എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. മാർക്കറ്റിൽ നിന്നുള്ള ആ ടെൻഷനിൽ നിന്നെല്ലാം വിട്ട് കൂട്ടുകാരോടൊപ്പം അല്ലെ ഫാമിലിയോടൊപ്പം അല്ലെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ആഘോഷിക്കുകയായിരിക്കും. അതുകൂടാതെ മറ്റൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലും നമ്മുടെ വിപണിയിലും, അതായത് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇലക്ഷൻ്റെ ചൂടിലായിരിക്കും. മാർക്കറ്റിനും ഏകദേശം ഒരു ചൂട് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും വീക്കെൻഡ് ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് കയറാൻ സാധ്യതയുള്ള 2 ഷെയർസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചാർട്ട് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ചാർട്ടിൽ പറയുന്ന വ്യക്തമായ ലെവൽസുകൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ, രണ്ടാമത്തത് അത് നോട്ട് ഈ വാച്ച് ലിസ്റ്റിൽ ഇടുക, ഈ 2 പക്കാ ഷെയർസ്. പിന്നെ വേറെ പറയാനുള്ളത് കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ റിലേറ്റീവ്സ് അല്ലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡുമായിട്ടോ ഒക്കെ ട്രേഡ് ചെയ്യുന്നവരോ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ, അപ്പോൾ അവർക്കും കൂടി ഇത് ഫോർവേഡ് ചെയ്താൽ അവർക്കും കൂടി ഇതൊരു ഉപകാരപ്രദമാണ്. അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി ആകുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ നമ്മൾ ആദ്യത്തെ ഷെയർ എന്ന് പറയുന്നത് TT ലിമിറ്റഡ് എന്നാണ്. 113 രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് TT ലിമിറ്റഡ്. നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇതാണ് TT ലിമിറ്റഡിൻ്റെ വീക്കിലി ചാർട്ട് വേണം നമ്മളിപ്പോൾ കാണുന്നത്. ഈ ചാർട്ടിൽ ഒറ്റ രീതിയിൽ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയും? നമുക്കൊരു ഒറ്റ രീതിയിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന വസ്തുത എന്ന് വെച്ചാൽ ഇവിടെ ഒരു വോളിയം ജനറേറ്റ് ചെയ്ത് 2 ദിവസമായിട്ട് നല്ല വോളിയം ഉണ്ട്, ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ റെസിസ്റ്റൻസ് ഏകദേശം ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 മാസത്തോളമായി, കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്, ഒരു 120 ആ റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. ആ റെസിസ്റ്റൻസ് കയറാൻ പറ്റിയിട്ടില്ല. 120 ഇവിടെ ഒരു 120 റെസിസ്റ്റൻസും ഉണ്ട്. ഇവിടെ ഈ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 110 അപ്പോൾ ഇത്രയുമാണ് വീക്കിലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ. പ്രത്യേകിച്ച് വേറെ വീക്കിലി ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ട്രേഡിങ് വീക്കിലി ബേസ് നോക്കുമ്പോൾ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 120 മുകളിൽ ഒരു വീക്കിലി ക്ലോസിങ് നടക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഒരു എൻട്രി. നമ്മുടെ ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 110. അപ്പോൾ 110 താഴെ വന്നാൽ വിറ്റുമാറുന്ന രീതിയിൽ 110 SL മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അതുകൂടാതെ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 138 റേഞ്ചാണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന 138 ഏരിയ. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു വീക്കിലി ചാർട്ട് വ്യൂവിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തു. ഇനി നമുക്ക് മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും, മന്ത്ലി ചാർട്ടുകൾ. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഈ ചാർട്ടിൻ്റെ ഭംഗി, ഈ ചാർട്ടിൽ മുന്നേ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാണ് പറയുന്നത് ചാർട്ട് ഈസ് ആൻ ആർട്ട് അല്ലെങ്കിൽ ചാർട്ട് ഈസ് എ സയൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചാർട്ട് ആദ്യമേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് ഈ ഏരിയ, അതായത് ഇത് ഏരിയ എന്ന് പറയുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഒരു 70-68 റേഞ്ചാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് 70-68 റേഞ്ചാണ് ഈ ഏരിയ. ഈ ഏരിയ നല്ലൊരു ഏരിയ, സപ്പോർട്ട് എടുത്ത ഏരിയ. അവിടെ നമുക്കൊരു മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ചാർട്ട് പാറ്റേൺ പഠിക്കാനായിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് ഇവിടെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ലൈൻ വെറുതെ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഉണ്ടോ, ബാക്കിലേക്ക് ഒന്ന് വരച്ചാൽ ഓക്കെ, നമ്മൾ ഇത് വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ് വലിയ ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് ആഴ്ചകൾ കണ്ട ഇവിടെ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ആഴ്ചകൾ ഇവിടെ ട്രേഡ്, അതിനുശേഷം ഇത് കയറിപ്പോയി, അതിനുശേഷം വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു. അത് കണ്ട ഈ റേഞ്ചിൽ തന്നെ വന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇവിടേക്ക് വന്നില്ല, ഇവിടേക്ക് വന്നില്ല, ഇവിടെ വന്നിട്ട് വീണ്ടും കയറിപ്പോയി. അതുപോലെ ഇവിടെയോ അതെ ഇവിടെ തന്നെ വന്നു. എന്തുകൊണ്ട് ഇവിടേക്ക് വന്നില്ല, ഇവിടേക്ക് എന്തുകൊണ്ട് വന്നില്ല? അപ്പോൾ അതുകൊണ്ടാണ് ഈ റേഞ്ചിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. കണ്ട 68-70 റേഞ്ചിന് പ്രത്യേകത, അതുകൊണ്ടാണല്ലോ ഇത് ഇവിടെ വന്നത്. ഓക്കെ, ആ റേഞ്ച് അത് മനസ്സിലായി. അതുകൂടാതെ ഇനി നമ്മൾ ഈ ഏരിയ, നമ്മൾ ഇപ്പോൾ വരച്ച ഈ ഏരിയ നമ്മൾ ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കുന്നു. അവിടെ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ബാക്കിലേക്ക് ഒന്ന് നീട്ടി നമ്മൾ വരയ്ക്കുന്നു, ഈ ലൈൻ്റെ ബാക്കിലേക്ക് നീട്ടി. അപ്പോൾ നമുക്ക് ചാർട്ട് ഒന്ന് ചെറുതാക്കേണ്ടി വരും.
അപ്പോൾ മുഴുവൻ ചാർട്ട് ഈ സ്ക്രീനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കിയിട്ട് നമുക്കിത് ബാക്കിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതുണ്ട്. ഈ ഏരിയ നമുക്ക്, അപ്പോൾ നമ്മൾ ഈ ഏരിയ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. ആ ഏരിയ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. ബാക്കിൽ വ്യൂ തന്നെ എടുക്കാം. ഓക്കെ, ആ ലൈൻ നമ്മൾ 68 70 എന്ന് പറയുന്ന ലൈൻ വീണ്ടും ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത? ഇവിടെ കാണാൻ കഴിയുന്ന വസ്തുത കണ്ട, ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ആണ്. അതായത് ഈ 68 70 ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ആണ് ഏകദേശം നോക്കിയാൽ 2 വർഷത്തോളം ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, 2 വർഷത്തോളം കണ്ട, 2010 15 16 17 2.5 വർഷത്തോളം ഈ ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയർ ആയിരുന്നു. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വീണ്ടും ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ട് നിന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് കയറി. കണ്ട, ഏകദേശം 115 വരെയോളം കയറിപ്പോയി. അതായത് 68 70 നിന്ന് 115, അത് ഏകദേശം 80% നല്ലൊരു പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ അത്രയും നമുക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് താഴുന്നത് എവിടെ വരെ താഴ്ന്നു? വീണ്ടും ഇവിടെ വരെ വന്നിട്ടുള്ളത് കണ്ട, ഇവിടെ വരെ വന്നു, വീണ്ടും കയറിപ്പോയി, വീണ്ടും ഒരു വലിയ കാൻഡിൽ വന്ന് ഈ ഏരിയയിൽ കണ്ട കൺസോളിഡേഷൻ ചെയ്ത് അതിനുശേഷം വീണ്ടും താഴ്ന്നു. ജസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ഈ ഏരിയനെ ടച്ച് ചെയ്യാനായിട്ട് നോക്കി, വീണ്ടും അത് താഴ്ന്നു. അപ്പോൾ ആ ഏരിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമുക്ക് 67. അതാണ് പറയുന്നത് ലെവൽസിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവൽസ് നമ്മൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ലെവൽസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ കണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ ഏരിയ ഇവിടെ കയറി പോയിട്ട് അത് ഏകദേശം സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുക. നമുക്ക് അവിടെയും ഒരു ലൈനും ഇങ്ങനെ വരച്ച് നോക്കാം. ഈ നമ്മൾ മുന്നേ വരച്ച പോലത്തെ ഒരു ലൈൻ അവിടെയും വരച്ച് നോക്കാം. ഉണ്ട്, ഏകദേശം ഒരു 100 98 ആ റേഞ്ചിൽ ഇങ്ങനെ. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് അത് കയറിപ്പോയിട്ട് ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണുന്നത് ഒരു കൺസോളിഡേഷൻ ഏരിയയുടെ ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഇതിനെ നമ്മൾ നേരത്തെ വരച്ച പോലെ വീണ്ടും ഒന്ന് ബാക്കിലേക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇനി ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, വീണ്ടും ബാക്കിലേക്ക് നമുക്ക് പോയി നോക്കാം. കേട്ടോ, ആ ലൈൻ നമ്മൾ ബാക്കിലേക്ക് വരും. അപ്പോൾ ഇവിടെ ബാക്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബാക്കിലേക്ക് നോക്കൂ, ഇവിടെ നിന്ന് കയറിയിട്ട് അത് ഇവിടെ വരെ പോസ് ചെയ്ത് നിന്നു ഉണ്ടാ. അതിനുശേഷം വീണ്ടും താഴ്ന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ 68 70 വരെ വന്നു. വീണ്ടും ഇത് കയറിപ്പോയിട്ട് വീണ്ടും ഇവിടെ ഇവിടെ ഒരു 3 4 ആഴ്ചകളിൽ ട്രേഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും താഴ്ന്നു. ഈ ലെവലിൽ തന്നെ വീണ്ടും വന്നു. വീണ്ടും ജസ്റ്റ് കയറിയിട്ട് ഇവിടം വരെ വന്നിട്ട് വീണ്ടും ആണ് താഴ്ന്നത്. അപ്പോൾ ഈ ലൈനിനും ഒരു പ്രത്യേകതയുണ്ട്. ഏത് 100 98 എന്ന് പറയുന്ന ആ ഏരിയയിലും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ വീക്കിൽ നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വീക്കിൽ നോക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 120 മുകളിൽ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയും 138 വരെ ഒരു ടാർജറ്റും 110 SL ആണ് നമ്മൾ വീക്കിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ. ഇനി നമുക്ക് ഇതിൻ്റെ മന്ത്ലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഒരു മന്ത്ലി ചാർട്ട് വ്യൂ. മന്ത്ലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു ത്രിബിൾ ടോപ്പ് ആയിട്ടാണ് ഇത് ഏകദേശം ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. കണ്ട, ഇവിടെ ഒരു ടോപ്പ്, ഇവിടെ ഒരു ടോപ്പ്, ഇവിടെ ഒരു ടോപ്പ്, ഇവിടെ ഒരു, അപ്പോൾ ഏകദേശം ഒരു ത്രിബിൾ ടോപ്പാണ് ഇതിലൊരു ആക്ട് ചെയ്യുന്നത്. ഈ ത്രിബിൾ ടോപ്പിന് മുകളിൽ ഒരു ക്ലോസ്, നല്ലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ ഇത് അപ്സൈഡായി പോകും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ചിന് മുകളിൽ, അതായത് ഈ 138 ഈ റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പറക്കാനായിട്ടാണ് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കാണാം. പക്ഷേ അതിനു മുമ്പ് ചില ക്രൈറ്റീരിയാസ് എത്തണം. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു സംഗതിയും കൂടി നമുക്ക് നോക്കാം. അതായത് ചിലപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ചരിത്രം ആവർത്തിക്കപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ചരിത്രം എന്നുള്ളത്? അതായത് ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഇത് കയറിപ്പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് കയറിപ്പോയിട്ട് ഈ റേഞ്ച് വരെ കയറി, ഏകദേശം നമുക്ക് ഈ റേഞ്ച് വരെ. അതിനുശേഷം നല്ല രീതിയിൽ താഴ്ന്നു, ഒരു 30 വരെ താഴ്ന്നു. അതിനുശേഷം വീണ്ടും കയറിയിട്ട് ഏകദേശം ഈ റേഞ്ച് വരെ തന്നെ പോകുന്നു. അതിനുശേഷം വീണ്ടും താഴുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ റേഞ്ചിലാണ് താഴുന്നത്, 60 വരെ. വീണ്ടും ഈ റേഞ്ച് വരെ വന്ന് നിൽക്കുന്നു. വേണ്ട,
ഈ റേഞ്ച് വരെ നിൽക്കുക. വീണ്ടും ചിലപ്പോൾ താഴാം, മേ ബി, ഉറപ്പൊന്നുമില്ല. ഇത് ചാർട്ട് വെച്ചിട്ട് പറയുന്നതാണ്. ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. എങ്കിൽ പോലും നമ്മൾ ചാർട്ട് വെച്ചിട്ട് ഒരു നിഗമനത്തിലെത്തുന്നു. അപ്പോൾ ഈ 100 എന്ന് പറയുന്ന ലെവലിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും ചിലപ്പോൾ കയറാം. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 138 മുകളിൽ കയറുമ്പോൾ നമുക്കൊരു ടാർഗറ്റും കിട്ടും, ഒരു മൂവ്മെൻറ്റും കിട്ടില്ല. അതിനേക്കാളും സക്സസ് റേറ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ വന്നിട്ട് ഈ റേഞ്ച് വരെ വന്നിട്ട് വീണ്ടും കയറുമ്പോൾ സക്സസ് റേറ്റ് കൂടാനാണ് സാധ്യത. കാരണം അങ്ങനെ വരുമ്പോൾ മേജർ റെസിസ്റ്റൻസ് സോണായിരിക്കും, ആ റെസിസ്റ്റൻസ് സോണായിരിക്കും ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ലെവൽസ് എന്തായാലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഷെയർ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ നല്ലൊരു ബൈ ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചാടി പിടിക്കുക. അതിൽ ഇത്രയും കണ്ടീഷൻസ് ഈ ഷെയറിലുണ്ട്. അപ്പോൾ അത്രയും മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇത് പഠിക്കാനുണ്ട്. നമ്മൾ വീക്കിലി വെച്ചിട്ട് നമ്മൾ ഈ ലെവൽസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു, ഇവിടെയും പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലാക്കാനാണ് അടുത്തത്. ബൈ സെൽ എൻട്രിക്ക് വേണ്ടിയിട്ടല്ല, ചാർട്ട് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക്. ഓക്കെ, അടുത്തൊരു ബൈ എൻട്രി നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ട, ഇവിടെ കുറേ നാൾ ഒരു 40 ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നോക്കിയാൽ ഏകദേശം 1 വർഷത്തോളം 2 വർഷത്തോളം ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ട്. 2015 തൊട്ട് 2007 ഇതൊരു നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ 40 ഏരിയ. അപ്പോൾ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ഇവിടെ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഏരിയ നമുക്കൊന്ന് നീട്ടി വരച്ചു നോക്കാം. ഇവിടെ നമ്മൾ ഈ വരച്ച പോലെ ഇവിടെയും നമുക്കൊരു ലൈൻ ഈ 40 വരച്ചു നോക്കാം. ഈ 40-42 ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വരയ്ക്കുന്നു. ഇങ്ങോട്ട് നമ്മൾ നീട്ടി വരച്ചു, അതുകൂടാതെ ബാക്കിലേക്ക് നീട്ടി വരച്ചു. ആ ലൈനിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ലൈൻ നല്ല സപ്പോർട്ട് പിടിച്ച ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമ്മൾ നോക്കിയേ, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ലൈൻ. ഈ റെസിസ്റ്റൻസ് ഈ വലിയ ഗ്രീൻ ക്യാൻഡിലോട് കൂടി കയറി പോയിട്ട് സപ്പോർട്ട് പിടിച്ചില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ കൺസോളിഡേഷൻ ചെയ്ത് ഈ റേഞ്ച് പൊട്ടിക്കാനായിട്ട് നോക്കി, പൊട്ടിച്ചു. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും കയറി ഇവിടെയും ഈ ലൈനിൻ്റെ 40-45 റേഞ്ച്. അപ്പോൾ ഓരോ ലൈൻസ്, ഈ ഷെയർസിൽ ഓരോ ലൈൻസും ഒരു പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ലെവൽസ് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഇതിൽ ട്രേഡ് ഇടുക. ഓടിച്ചെന്ന് ഒരിക്കലും ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ ലെവൽസ് ശ്രദ്ധിക്കാം. നമുക്ക് 120 മുകളിൽ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. 138 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു റിട്ടേൺ ധരിക്കാം, അല്ലെങ്കിൽ അവിടെ കൺസോളിഡേഷൻ ചെയ്തിട്ട് വീണ്ടും മുകളിലേക്കൊക്കെ പോവാം. അപ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയുമാണ് TT ലിമിറ്റഡിൽ പറയാനുള്ളത്. നമുക്കിനി അടുത്ത ഷെയറാണ് IFB ഇൻഡസ്ട്രീസ്. IFB ഇൻഡസ്ട്രീസ് 1332 രൂപയുടെ കറണ്ട് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് IFB ഇൻഡസ്ട്രീസിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഈ വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കുന്നത്, നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈനാണ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ എത്തി, ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു, കയറിയില്ല. ഇവിടെ ഒന്ന് ഈ റേഞ്ച് വരെ നിന്നു ടച്ച് ചെയ്യാനായിട്ട്. ടച്ച് ചെയ്ത് ഈ ലൈനിൻ്റെ അവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട്ട് ചാടി അങ്ങോട്ട് കയറി. റെസിസ്റ്റൻസ് വിത്ത് നല്ല വോളിയം ഉണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം, ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ ഉള്ളിൽ ഈ ചാനലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയർ ആയിരുന്നത്. അതുകൂടാതെയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തതിന്. അതുകൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 1500 ഇവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത് 1500. ഈ 1500 ടച്ച് ചെയ്തിട്ട് ഇത് പോസ് ചെയ്ത് നിൽക്കുന്നു. അതായത് ഇവിടെ പോസ് ചെയ്ത് നിൽക്കുന്നു, കയറാനും പറ്റിയിട്ടില്ല. ഇവിടെ അങ്ങനെ നിൽക്കുകയാണിത്. എങ്ങോട്ട് വേണമെന്നുള്ളത് ഒരു ദിശ കിട്ടാതെ അലയുന്ന പായ്ക്കപ്പൽ പോലെ ഇവിടെ നിൽക്കുകയാണ്. മേ ബി ചിലപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ ചെയ്തിട്ട് 1500 മുകളിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, 1500 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്കിലി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതുമല്ല ചിലപ്പോൾ 1500 ക്ലോസ് ചെയ്തിട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു റീടെസ്റ്റ് എടുക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഈ റേഞ്ചിൽ ഇവിടെ റീടെസ്റ്റ് എടുക്കാനും സാധ്യതയുണ്ട്. റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കയറാനാണ് സാധ്യത. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റികൾ
ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ഇത് വാച്ച് ലിസ്റ്റിലിടാം. ഇതിൻ്റെ ഭംഗിയുള്ള ചാർട്ട് മന്ത്ലി ചാർട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മന്ത്ലി ചാർട്ട് വ്യൂയിലേക്കും ഒന്ന് പോയി നോക്കാം എന്താണ് മന്ത്ലി ചാർട്ട് വ്യൂ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു മന്ത്ലി ചാർട്ട് വ്യൂ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേണ്ട, ഇതാണ് മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കിയാലോ ഒരു ട്രിപ്പിൾ ടോപ്പാണ്. ഈ റെസിസ്റ്റൻസ് ഈ 1500 എന്ന് പറയുന്നത് ഒരു മെഗാ റെസിസ്റ്റൻസ് സോണാണ് ഇത്, അല്ലെങ്കിൽ ഇത് ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയാം. ട്രിപ്പിൾ ടോപ്പ് നമ്മൾ TT ലിമിറ്റഡിൽ പറഞ്ഞ ആ ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ആ ചരിത്രം ഏകദേശം ഇവിടെയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ആ ചാർട്ട് പാറ്റേൺ? അതായത് ഇവിടെ നിന്ന് ഏകദേശം ഷെയർ നന്നായിട്ട് കയറിപ്പോയി. അതായത് ഏകദേശം 300 റേഞ്ചിനുള്ളിൽ 300-200 റേഞ്ചിന് നന്നായിട്ട് കയറിപ്പോയി. വീണ്ടും താഴ്ന്നു, ഏകദേശം ആ ലെവൽ വരെ താഴ്ന്നു. കണ്ടാ, വീണ്ടും കയറിപ്പോയി, ഈ ലെവൽ വരെ ടച്ച് ചെയ്തു, വീണ്ടും താഴ്ന്നു. ഈ താഴ്ച എന്ന് പറയുന്നത് ഇവിടെ 300 ഇവിടെ വരെ എത്തിയില്ല, ഇത് ഏകദേശം 700 വരെ എത്തിയുള്ളൂ. വീണ്ടും ഇവിടം വരെ വന്ന് ടച്ച് ചെയ്തു, അല്ല ഇവിടെ ടച്ച് ചെയ്തു. വീണ്ടും ചിലപ്പോൾ ഈ ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീക്കിലി പറഞ്ഞ പോലെ ഉറപ്പൊന്നുമില്ല, ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ കയറാം. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗ്രോത്ത് ഇതിൽ കൂടും. കാരണം ഇതപ്പം മെഗാ റെസിസ്റ്റൻസ് സോണായിട്ട് മാറും. അപ്പോൾ ആ മെഗാ റെസിസ്റ്റൻസ് സോണായിട്ട് മാറുമ്പോൾ ഇവിടെ നിന്നുള്ള ആ തള്ളിക്കയറ്റത്തിൻ്റെ ഗ്രോത്ത് കൂടും. അതായത് ഇവിടെ നമുക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ ക്രിക്കറ്റിലൊക്കെ ബോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, നല്ല പേസർ ബോളർമാർ നല്ല ബാക്കിലേക്ക് വന്നിട്ട് നന്നായിട്ട് സ്പീഡ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കയറുമ്പോൾ നമുക്ക് കേട്ടിട്ടില്ല പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒന്ന് പതുങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റ കുതിക്കാനായിട്ട് സാധ്യത. പ്രോബബിലിറ്റിയാണത്. ഒന്നാമത്തെ പ്രോബബിലിറ്റി നമുക്ക് ഉറപ്പൊന്നുമില്ല ഇതിൽ. രണ്ടാമത്തെ പ്രോബബിലിറ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു കൺസോളിഡേഷൻ നിന്നിട്ട് ചിലപ്പോൾ ഇവിടെ ഒരു 1500 മുകളിൽ ഒരു ക്യാൻഡിൽ വീക്കിൽ, ഇത് മന്ത്ലി ക്യാൻഡിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മന്ത്ലിയാണ്. ഒരു ക്ലോസിങ്, ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് വീണ്ടും കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ്. ഇപ്പോൾ ഒരു ബൈ എൻട്രി ഇല്ല, അപ്പോൾ വാച്ച് ചെയ്തിടാം. അപ്പോൾ നല്ലൊരു ബൈ എൻട്രി ഇതുപോലത്തെ പോസിബിലിറ്റി വന്നാൽ മാത്രമേ ഇതിലൊരു എൻട്രി നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ രണ്ട് കണ്ണും ഇതുമേൽ വെച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ബൈ വരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഷെയർസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് ഒരു നല്ല മനസ്സിനുടമയാകുക. അവർക്കത് പ്രയോജനപ്പെടുമല്ലോ. ചിലപ്പോൾ അവർ കാണാതിരിക്കുന്ന ഒരു ഷെയർ ആയിരിക്കും ചിലപ്പോൾ അവരെ കണ്ണിപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിനേൽ നല്ല ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഇതിൽ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. എല്ലാം സംഭവിക്കാമല്ലോ. ചിലർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ചിലർക്ക് ഒന്നും തോന്നില്ല. അപ്പോൾ വിട്ടുകളയാം, തോന്നാത്തവരൊക്കെ വിട്ടുകളയാം. അപ്പോൾ അത്രയുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായി വരുന്നത് വരെ ബൈ.